നമ്മൾ പടുത്തുയർത്തിയ ഈ വൻകിട കെട്ടിടങ്ങളും പ്രൗഢിയോടെ നിൽക്കുന്ന സമുദായ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ഏതാനും പതിറ്റാണ്ടുകൾക്കപ്പുറം ആളില്ലാത്ത വെറും ഒരു കോൺക്രീറ്റ് കാടുകളായി മാറാൻ പോവുകയാണ്. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതിഭയാനകമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ ജനവിഭാഗങ്ങൾ നേരിടുന്ന ജനസംഖ്യാ ശോഷണം കേവലം ഒരു കുറവല്ല, മറിച്ചൊരു ജനത സമീപ ഭാവിയിൽ തുടച്ചു നീക്കപ്പെടാൻ പോകുന്നതിന്റെ വ്യക്തമായ ഗ്രാഫാണ് കാണിക്കുന്നത്. തുടർച്ചയായി മൂന്നാം കൊല്ലവും, അതായത് 2021, 22, 23 വർഷങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ പൂർണ്ണമായും ഒരു നെഗറ്റീവ് ഗ്രോത്തിലേക്ക് അഥവാ ന്യൂന വളർച്ചാ നിരക്കിലേക്ക് വീണിരിക്കുന്നു. ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഭീതിതമായ അവസ്ഥ. 2014 കേരളത്തിൽ ജനിച്ച ക്രൈസ്തവ കുട്ടികളുടെ എണ്ണം 83,000 ആയിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം അത് വെറും 56,000 ചുരുങ്ങി. അതായത് 10 വർഷത്തിനിടെ ജനന നിരക്കിലുണ്ടായത് 32% വന്നിടിവ്. ഇതേ കാലയളവിൽ ക്രൈസ്തവ സമുദായത്തിലെ മരണനിരക്ക് ഏതാണ്ട് 24% ഉയരുകയും ചെയ്തു. ഈ പ്രതിഭാസം ക്രൈസ്തവരിൽ മാത്രം ഒതുങ്ങുന്നില്ല. കേരളത്തിലെ ഹൈന്ദവ ജനസംഖ്യയും തുടർച്ചയായ 2ാം വർഷവും ഇതേ നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതം ഒരു കാസ്കേഡിംഗ് എഫക്റ്റ് ആണ്. ജനസംഖ്യ കുറയുമ്പോൾ അടുത്ത തലമുറ നിലനിർത്താൻ പറ്റാതെ വരുന്നു. ഇതോടെ ജനനനിരക്ക് വീണ്ടും കുത്തനെ താഴേക്ക് പതിക്കുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനസംഖ്യ എന്നത് വെറും ഒരു എണ്ണമല്ല, അത് നിങ്ങളുടെ ബാർഗൈനിങ് പവർ അഥവാ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള കരുത്താണ്. ജനസംഖ്യാനുപാതികമായി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന നാട്ടിൽ വോട്ട് ബാങ്ക് തകരുന്നതോടെ സമുദായങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തിയും പരിഗണനകളും ഇല്ലാതാക്കും. ഇത് യുവാക്കളെ ഇവിടുന്ന് വീണ്ടും പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്നുള്ള വിദേശ കുടിയേറ്റം അനിയന്ത്രിതമായി വർദ്ധിക്കുകയാണ്. മുൻപ് ടോട്ടൽ മൈഗ്രേഷന്റെ 10 മുതൽ 12% വരെ മാത്രമായിരുന്ന വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ന് 25% ഉയർന്നിരിക്കുന്നു. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോകുന്ന ഈ ബുദ്ധിശാലികളായ യുവാക്കൾ അങ്ങോട്ട് പണം കൊണ്ടുപോയി അവിടെ സ്ഥിര താമസമാക്കുകയാണ്. അവരിനി ഒരിക്കലും ഈ മണ്ണിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. ഈ വൻതോതിലുള്ള വിദേശ പലായനം മൂലം പ്രതിവർഷം 2 ലക്ഷത്തോളം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് എല്ലാ തരത്തിലും കേരളത്തിനുണ്ടാക്കുന്നത്. പ്രൊഡക്റ്റീവ് ഏജിലുള്ള, അതായത് അധ്വാനിക്കാൻ ശേഷിയുള്ള യുവതലമുറ നാടുവിടുമ്പോൾ തകരുന്നത് സംസ്ഥാനത്തിന്റെ ഉൽപാദനക്ഷമതയാണ്. ഒരു കുട്ടി എന്ന നയം നടപ്പാക്കി ഒടുവിൽ മനുഷ്യ വിഭവശേഷി ഇല്ലാതായപ്പോൾ 3 കുട്ടികൾ വരെയാകാമെന്ന് നയം മാറ്റേണ്ടി വന്ന ചൈനയുടെ അവസ്ഥ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം നിലനിൽപ്പിനെ കുറിച്ച് ആകുലപ്പെടണമെന്നില്ല. അവർ രാജ്യത്തിന്റെ മൊത്തം കണക്കുകളെ നോക്കും. അതുകൊണ്ട് ഈ ജനസംഖ്യാ ശോഷണം അടിയന്തര പ്രാധാന്യത്തോടെ കണ്ട് പ്രോ ആക്റ്റീവായി ഇടപെടേണ്ടത് സമുദായ നേതാക്കൾ തന്നെയാണ്. വൈക്യവേളയിലെ ബോധോദയം കൊണ്ട് കാര്യമില്ല. അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ നാമാവിശേഷമാകുന്ന ഒരു ജനതയായി കേരളത്തിലെ ക്രൈസ്തവരും ഹിന്ദുക്കളും മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല.